നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങളുണ്ട് അല്ലേ? എല്ലാം കൈവിട്ടു പോകുന്നു, ആരുമില്ല എന്ന് തോന്നുന്ന ചില നിമിഷങ്ങൾ. അങ്ങനെയുള്ള സമയത്ത് ദൈവം എന്നെ മറന്നോ എന്നൊരു സംശയം നമ്മുടെ ഉള്ളിലൊക്കെ വരാം. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ഏറ്റവും ആഴമേറിയ ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ്. അതായത് നിങ്ങളുടെ നന്മയ്ക്കായുള്ള അവന്റെ പദ്ധതിയെക്കുറിച്ച്. ഒരുപക്ഷേ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ മുഴങ്ങുന്നുണ്ടാവാം. എന്റെ ജീവിതം ഇതെങ്ങോട്ടാണ് പോകുന്നത്? മുന്നോട്ടുള്ള വഴി കാണാൻ പറ്റുന്നില്ല, ഒരു ലക്ഷ്യവുമില്ലാത്തതുപോലെ. ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു ആശയക്കുഴപ്പമാണിത്. ചുറ്റും നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാവും തോന്നുക. എല്ലാം തകർന്നടിയുന്നു, പ്രാർത്ഥനകൾക്കൊന്നും ഒരു മറുപടിയും കിട്ടാത്ത പോലെ. ആ ഒരു ഒറ്റപ്പെടലിൽ നമ്മുടെ ഹൃദയം അറിയാതെ ചോദിച്ചു പോകും, ദൈവം ശരിക്കും എന്നെ മറന്നുകളഞ്ഞോ? എന്നാൽ ഈ സംശയങ്ങൾക്കും വേദനകൾക്കും നടുവിൽ ദൈവം നമുക്ക് തരുന്നൊരുറപ്പുണ്ട്. ആഴമേറിയ ശക്തമായ ഒന്നുറപ്പ്. നമുക്കതിലേക്കൊന്ന് ശ്രദ്ധിക്കാം. യിരെമ്യാവിന്റെ പുസ്തകത്തിലെ ഈ വാക്യം ശ്രദ്ധിക്കൂ. ഇത് വെറുമൊരു വാക്കല്ല, സർവശക്തനായ ദൈവം തരുന്നൊരു ഉറപ്പാണ്. അവൻ പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്റെ ചിന്തകൾ നിങ്ങളുടെ നാശത്തിനല്ല, നന്മയ്ക്കാണ്. എന്തിന്? നിങ്ങൾക്ക് പ്രത്യാശ നിറഞ്ഞൊരു നല്ല ഭാവി തരാൻ വേണ്ടി. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. എത്രയോ ആഴമുള്ള ഒരു സത്യമാണിത്. ഇത് ലോകത്തിനുള്ള ഒരു പൊതുസന്ദേശമല്ല. അല്ല, ഇത് വളരെ വ്യക്തിപരമാണ്. ദൈവം നിങ്ങളെ പേരുചൊല്ലി വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നല്ല നല്ല പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ദൈവത്തിന് ഇത്ര നല്ലൊരു പദ്ധതിയുണ്ടെങ്കിൽ പിന്നെന്തിനാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയധികം വേദന? അതിന്റെ കാരണം നമ്മുടെ വഴികളും ദൈവത്തിന്റെ വഴികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നതാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകളും ദൈവത്തിന്റെ ചിന്തകളും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. നമ്മൾ കാണുന്നതും നമുക്ക് മനസ്സിലാകുന്നതും വളരെ പരിമിതമായ കാര്യങ്ങളാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാട് ഭൂമിയിൽ ഒതുങ്ങുമ്പോൾ ദൈവത്തിൻ്റേത് ആകാശത്തോളം ഉയർന്നതാണ്. അതുകൊണ്ടാണ് അവന്റെ വഴികൾ നമുക്ക് ചില സമയങ്ങളിൽ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. ഇനി ഇതിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും ആശ്വാസം തരുന്നൊരു സത്യത്തിലേക്ക് വരാം. പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും ദൈവം എങ്ങനെയാണ് നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ വഴികളെല്ലാം അടഞ്ഞുപോയെന്ന് തോന്നാം. ചില സംഭവങ്ങൾ അത് വലിയ ദോഷമായി പോയല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കടന്നുപോകുന്നതും അങ്ങനെയൊരു സാഹചര്യത്തിലൂടെയായിരിക്കാം. എന്നാൽ ഈയൊരു വാക്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദോഷമെന്ന് തോന്നുന്ന കാര്യങ്ങളെപ്പോലും, അതെ, എല്ലാത്തിനെയും നിങ്ങളുടെ നന്മയ്ക്കായി ഒരുമിച്ച് ചേർക്കാൻ ദൈവത്തിന് കഴിയും. അടഞ്ഞുപോയെന്ന് നിങ്ങൾ കരുതുന്ന വഴികളിലൂടെ തന്നെ അവൻ പുതിയ വാതിലുകൾ തുറക്കും. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലല്ല ശ്രദ്ധിക്കേണ്ടത്. തിരശ്ശീലയ്ക്ക് പിന്നിൽ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത എന്തോ ഒന്ന് ദൈവം നമുക്കായി ഒരുക്കുന്നുണ്ട്. ആ നന്മയിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ടത്. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. ഈ നല്ല പദ്ധതികൾക്കെല്ലാം ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയം, അതാണ് ഏറ്റവും പെർഫെക്റ്റായ സമയം. സഭാപ്രസംഗി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതാണ്. അവന്റെ പദ്ധതികൾ പൂർണ്ണമാകുമ്പോൾ അത് ഏറ്റവും മനോഹരമായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മനോഹരമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ഭയവും നിരാശയും അങ്ങ് മാറ്റിവെക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതുപോലെ ഈ വാക്കുകൾ കേൾക്കൂ. അവൻ നിങ്ങളെ മറന്നിട്ടില്ല. അവന്റെ പദ്ധതികൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നേയുള്ളൂ, അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. കാരണം ഒരു കാര്യം ഉറപ്പാണ്, അവൻ വാക്കുമാറാത്തവനാണ്. അവന്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, അതെ, എല്ലാം അവൻ മനോഹരമാക്കി തീർക്കും. ആ പ്രത്യാശയിൽ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ടു പോകാം.